ഇക്ക, എനിക്കൊരു കൊട്ടേഷൻ വേണ്ടിയിരിക്കുക. ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? അതിനല്ലടാ കള്ള നമുക്ക് നമ്മളിവിടെ ഉള്ളേ. മറുകി ഷെമീറുള്ളോടത്തോളം അന്നെ ഒരിക്കലും തൊടാൻ പോണില്ല. അല്ല, നിനക്കിട്ടാറിയ ഇപ്പൊ കൊട്ടേഷൻ തരാനായിട്ട് അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ? ഒരു പിടിയില്ലേക്ക. എന്തായാലും വമ്പൻ സ്കെച്ചാ. അകത്തുനിന്നാണേ അത് അകത്തുള്ള ആൾക്കാരാ, പുറത്തുനിന്നാണേ അത് പുറത്തുള്ള ആൾക്കാരാ. പക്ഷേ ഏത് നായിൻ്റെ മുമ്പ് വന്നാലും ഈ മറുകി ഷെമീറിന്റെ ഏരിയയിൽ നിന്ന് തന്നെ ഒരുത്തനും കൊണ്ടുപോകാൻ പോണില്ല. ഒരു 2-3-4 വർഷം മുമ്പ് റോക്കി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇതേവണക്ക് എൻ്റെ അടുത്ത് വന്നായിരുന്നു സഹായം ചോദിച്ചോണ്ടേ. റോക്കിയോ? അതാരാ? അവനെ പിള്ളേരൊക്കെ വിളിക്കുന്നത് റോക്കി ബായ് എന്നോ മറ്റോ. അവൻ ഇവിടത്തുകാരനല്ല, പുറം നാട്ടുകാരനാ. അവനേതോ KGF എന്ന് പറഞ്ഞ പണി സൈറ്റിൽ ചെന്ന് എന്തോ തരികടി ഒപ്പിച്ചേ ഏതോ ഒരുത്തൻ്റെ തലയും വെട്ടി വെള്ളത്തിൽ വിട്ടിട്ട് ഓട്ടോറിക്ഷം വിളിച്ച് വന്നേക്കോ വൈകുന്നേരം. ഷെമീർക്ക് ഒളിച്ചിരിക്കാൻ ഇച്ചിരി സ്ഥലം താട്ടെന്നും പറഞ്ഞു. എന്നിട്ട് ചെറുക്കനൊരു 1-1.5 ആഴ്ചയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബസ്സൊക്കെ കയറ്റി വിട്ടത് ഞാനാ. ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത്, വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത്. അതിനുശേഷം പിന്നെ കണ്ടായിരുന്നോ? പിന്നെ ഞാൻ അവനെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഏതോ കപ്പലൊക്കെ ആയിട്ട് പോയിട്ട് ഏതോ നടുക്കടലിൽ ചെന്നിട്ട് മുങ്ങിന്നൊക്കെയാണ് കേട്ടു. ഞാൻ പിന്നെ എൻ്റെ പുറകെ ഒന്നും അന്വേഷിക്കാനൊന്നും പോയൊന്നും ഇല്ല. ഈ കഥ ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ കഥ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം ഈ കഥ ചായക്കട നടത്തുന്ന പ്രശാന്ത് നീലൻ്റെ അടുത്ത് പോയി ഒന്ന് പറഞ്ഞു. ആ പഹയനത് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഓൻ്റെ ഒന്നും അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇക്ക, എന്നെ അതുപോലെ ഒന്ന് രക്ഷിക്കണം. എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചില്ലെങ്കിൽ ശരിയാവൂല. അനക്കൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. ഇജിങ് വന്നേ, ഇജി വാഴയുടെ ചോട്ടിലേക്ക് ഒളിച്ചോ. ഇതെന്നൊക്കെ പറയണേ? എടാ പഹയ, ഈ വാഴയുടെ ചോട്ടിലേക്ക് ഒളിച്ചോളാൻ. വാഴയുടെ വീട്ടിലേക്ക് ഒളിച്ചോളാനോ? ആ, എന്നിട്ട് വേണം അവന്മാർ വെട്ടിക്കീറി പീസാക്കാൻ. അന്നെ ഒറ്റനും പിടിക്കില്ല. എടാ, നമ്മൾ എത്ര പ്രാവശ്യം ഈ വാഴച്ചോട്ടിൽ ഒളിച്ചോണ്ടെന്ന് അറിയോ? ഈ കുരിപ്പിനെ വരെ നമ്മളിവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഒറ്റനും കണ്ടുപിടിച്ചിട്ടില്ല. ഇയാളുടെ തലയ്ക്ക് ഓളോ? എൻ്റെ കാലത്ത് ഓളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴണ്ടോ കുറച്ച് പേര് പറയുണ്ടായിരുന്നു ഈയിടെ വരെ. പക്ഷെ അതെനിക്ക് അങ്ങനെ വിഷയമൊന്നും എനിക്ക് തോന്നാനുള്ളടാ വെച്ചോ. എടാ, നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ എവിടെ ഒളിക്കല്? ഈ പഴയ കെട്ടിടം, ഗോഡൌണ്, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലമൊക്കെ. ഇവിടെയൊക്കെ പോയി ഒളിക്കാണ്ടല്ലോ ഈ കുരുത്തങ്കെട്ട ഗുണ്ടകളും പോലീസുകാരും നമ്മളെ കണ്ടുപിടിക്കില്ലേ. പക്ഷെ നേരെ തിരിച്ച് ഒരു പറമ്പിൽ ഇതേപോലത്തെ വാഴയുടെ ചോട്ടിലോ തെങ്ങിൻ്റെ മൂട്ടിലോ പോയി ഒന്ന് ഒളിച്ചേ ഒരു മനുഷ്യൻ നമ്മളെ കണ്ടുപിടിക്കില്ല. പൊന്നു മോനെ, നീ ഇവിടെ ഒളിച്ചോർക്കാ, ഒരു കുഴപ്പമില്ലാന്നേ. ഈ വാഴയുടെ വീട്ടിൽ ഒളിക്കണൊക്കെ വേഗം ആ സ്കെച്ചിട്ടോമാർക്ക് കൊണ്ട് പിടി കൊടുക്കണേ. ഓരോന്നായിട്ട് വന്നേ. ഈ മറുകി ഷെമീറിന്റെ വാക്ക് കേൾക്കാതെ അവൻ പോണ പോക്ക് പോയിക്കേ. അവൻ ഈ വാഴയുടെ ചോട്ടിൽ ഒളിച്ചാൽ എന്നാ കുഴപ്പമായിരുന്നു. നമ്മൾ ഈ വാഴയുടെ ചോട്ടിൽ എത്രയോ പ്രാവശ്യം ഒളിച്ചേക്കുന്നു. നമ്മൾ ഒളിച്ചത് കൊണ്ടാണ് ഈ വാഴയ്ക്കൊന്നും കായ്ബലം ഇല്ലാത്ത. ഉള്ളേരത്തെ പോയേക്ക ഇല്ലേ പറമ്പിന്റെ ഉടമ്പസ്ഥ ഞമ്മക്കിട്ട് സ്കെച്ചിടും.